ദുരന്തർ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ കാണിക്കുന്ന സംഭവങ്ങളെല്ലാം റിയൽ ലൈഫിൽ സംഭവിച്ചിരുന്നു, അതോ അതെല്ലാം ഫിക്ഷൻ ആയിരുന്നു എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ദുരന്തർ 2 കാണിക്കുന്ന സംഭവങ്ങൾ റിയൽ ലൈഫിൽ അതുപോലെ സംഭവിച്ചോ എന്നും ആ സിനിമയിൽ കാണിക്കുന്ന യഥാർത്ഥ വ്യക്തികൾ സിനിമയിൽ ചെയ്തതുപോലെ തന്നെയാണോ റിയൽ ലൈഫിൽ ചെയ്തത് എന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ആണിത്. ദുരന്തർ സീരീസിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന അവസാനത്തെ വീഡിയോയും കൂടിയാണിത്. അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. സിനിമയിൽ വളരെ സർപ്രൈസിംഗ് ആയി കാണിച്ച ഒരാളായിരുന്നു ദാവൂദ് ഇബ്രാഹിം. സിനിമയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ ശരീരത്തിൽ വിഷബാധയേറ്റ് തളർന്നു കിടക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ 2023 ഡിസംബറിലാണ് ദാവൂദ് ഇബ്രാഹിം വിഷാംശം ഉള്ളിൽ ചെന്ന് തളർന്നു പോയെന്ന വാർത്ത പുറത്തു വന്നത്. എന്നാൽ ഇതിനു മുൻപ് ദാവൂദ് ഇബ്രാഹിമിനെതിരെ തെറ്റായ വാർത്തകൾ കൊടുക്കുന്ന ആളുകൾക്കെതിരെ പ്രതികരിച്ച ആരും തന്നെ ഇതൊരു തെറ്റായ വാർത്തയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നില്ല എന്ന് മാത്രമല്ല, ആ ഒരു സംഭവത്തിന് ശേഷം ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷനും ഒരു ഇന്റലിജൻസിനും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ദുരന്തറിൽ ദാവൂദ് ഇബ്രാഹിമിനെ കാണിക്കുമ്പോൾ വെള്ള നിറത്തിലുള്ള അയാളുടെ കൊട്ടാര സമുച്ചയത്തിന്റെ പേര് വൈറ്റ് ഹൗസ് എന്നാണ്. ഈ വൈറ്റ് ഹൗസ് എന്ന പേരിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. അതായത് ലോകം ഭരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്നത് അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള വെള്ള നിറത്തിലുള്ള വൈറ്റ് ഹൗസിലാണ്. ലോകത്തിന്റെ അധികാരം വൈറ്റ് ഹൗസിലാണെന്നാണ് വിശ്വാസം. വൈറ്റ് ഹൗസിലെ അധികാരമുള്ള അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ തന്നെ തനിക്കും ലോകം മുഴുവൻ ഭരിക്കണമെന്നുള്ള ഒരു വാശി കൊണ്ടാണ് ദാവൂദ് ഇബ്രാഹിം തന്റെ എല്ലാ കൊട്ടാര സമുച്ചയങ്ങൾക്കും വൈറ്റ് ഹൗസ് എന്ന പേരിട്ടത്. 1980 ദുബായിൽ കൊട്ടാര സമാനമായ മാളിക ദാവൂദ് പണിതപ്പോൾ അതിനും പേരിട്ടത് വൈറ്റ് ഹൗസ് എന്നായിരുന്നു. പിന്നീട് ലണ്ടനിലും പാകിസ്ഥാനിലും വിശാലമായ വില്ലകൾ പണിതപ്പോൾ ഇതേ വൈറ്റ് ഹൗസ് എന്ന പേരാണ് ദാവൂദ് അതിനെല്ലാം ഇട്ടത്. മാത്രമല്ല, ദാവൂദുമായി കണക്ട് ചെയ്യുന്ന 2 റെഫറൻസുകൾ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. 26/11 മുംബൈ അറ്റാക്കിന് ദാവൂദിന്റെ ഡി കമ്പനി തീവ്രവാദികൾക്ക് ലോജിസ്റ്റിക് സഹായം കൊടുത്തിരുന്നു. സിനിമയിൽ രൺവീറിന് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള പാസ്പോർട്ടിൽ ഇതേ മുംബൈ അറ്റാക്കിന്റെ ഡേറ്റായ 26/11 ഡേറ്റ് ഓഫ് ബർത്ത് ആയി കാണിച്ചിരിക്കുന്നത്. എന്നാൽ 1992 ബാബരി മസ്ജിദ് ഡിമോളിഷന്റെ പ്രതികാരമായിട്ടാണ് തൊട്ടടുത്ത വർഷമായ 1993 ദാവൂദ് മുംബൈയിൽ വലിയ ആക്രമണങ്ങൾ നടത്തിയത്. എന്നാൽ സിനിമയുടെ ക്ലൈമാക്സിൽ രൺവീറിന് തിരികെ ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി കൊടുക്കുന്ന വ്യാജ പാസ്പോർട്ടിലെ ഡേറ്റ് ഓഫ് ബർത്ത് ബാബരി മസ്ജിദ് ഡിമോളിഷൻ ഡേറ്റായ ഡിസംബർ 6 സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ് അതിഭീകരനായ ഉസൈർ ബലോച്ച്. ഉസൈർ ബലോച്ചിനെ കുറിച്ച് സിനിമയിൽ കാണിച്ചതിന്റെ 99% റിയൽ ലൈഫിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ മിച്ചമുള്ള 1% എന്താണ്? പാകിസ്ഥാനിലെ ലയാരി ഗ്യാങ് നെറ്റ്വർക്കിൽ കൊലപാതകവും കിഡ്നാപ്പിംഗും സ്മഗ്ലിംഗും ഉൾപ്പെടെ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തിരുന്ന ഒരു നേതാവായിരുന്നു ഉസൈർ ബലോച്ച്. അർഷദ് പപ്പു എന്ന മറ്റൊരു ഗ്യാങ്സ്റ്ററിന്റെ തലവെട്ടി പബ്ലിക്കായി ഫുട്ബോൾ കളിച്ച വ്യക്തിയും കൂടിയാണ് ഈ ഉസൈർ ബലോച്ച്. സിനിമയിൽ ഉസൈർ ബലോച്ചിനെ ദുബായിൽ വെച്ച് ഇന്റർപോൾ അറസ്റ്റ് ചെയ്ത് പിന്നീട് അയാൾ ഒരു ഇന്ത്യൻ ചാരനാണെന്ന് പറഞ്ഞ് പാകിസ്ഥാനിലെ ജയിലിലാക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമയിൽ കാണിച്ച ഇത്രയും കാര്യങ്ങൾ 2013 റിയൽ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഒരേ ഒരു കാര്യം മാത്രം സിനിമയ്ക്ക് വേണ്ടി സംവിധായകൻ മാറ്റിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സിനിമയിൽ ഉസൈർ ബലോച്ചിനെ ഇന്ത്യൻ ചാരനാണെന്ന് പറഞ്ഞാണ് ജയിലിൽ അടയ്ക്കുന്നത്. എന്നാൽ റിയൽ ലൈഫിൽ ഉസൈർ ബലോച്ച് ഇറാന് വേണ്ടി ചാരപ്പണി നടത്തിയതിന്റെ പേരിലാണ് പാകിസ്ഥാൻ ജയിലിനുള്ളിൽ കഴിയുന്നത്. ഇപ്പോഴും ഉസൈർ ബലോച്ച് റിയൽ ലൈഫിലും പാകിസ്ഥാൻ ജയിലിനുള്ളിൽ തന്നെയാണ്. സിനിമയിലെ വളരെ ഐക്കോണിക് ആയ ഒരു മൊമെന്റ് ആയിരുന്നു കള്ളപ്പണം പ്രിന്റ് ചെയ്ത ജാവേദ് കനാനി എന്നയാളുടെ മരണം. ജാവേദ് കനാനി KKI എന്ന പേരിൽ ഒരു മണി എക്സ്ചേഞ്ച് കമ്പനി നടത്തിയിരുന്നു. അതിന്റെ മറവിൽ അന്തർദേശീയ ഹവാല തീവ്രവാദ ശൃംഖലകൾക്ക് വേണ്ടിയുള്ള കള്ളപ്പണ ഇടപാടുകളായിരുന്നു പ്രധാനമായും നടത്തിയിരുന്നത്. രൺവീറിന്റെ കഥാപാത്രം ജാവേദ് കനാനി അച്ചടിച്ച ഇന്ത്യൻ കള്ളപ്പണത്തിന്റെ വലിയ തോതിലുള്ള ശേഖരം നശിപ്പിച്ച് അയാളെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുന്നുണ്ട്. എന്നാൽ റിയൽ ലൈഫിൽ ഈ ജാവേദ് കനാനി കറാച്ചിയിലെ മുഹമ്മദ് അലി സൊസൈറ്റി എന്ന ഒരു വലിയ ബിൽഡിംഗിന്റെ 8ാം നിലയിൽ നിന്നും താഴേക്ക് വീണ് ഇലക്ട്രിക് കമ്പികൾക്കിടയിൽ കുരുങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. റിയൽ ലൈഫിലും സിനിമയിലും ഈ ഒരു സംഭവം ഒരുപോലെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. മാത്രമല്ല, 2016 നവംബർ 8 ഇന്ത്യയിലെ നോട്ട് നിരോധിച്ചത്. എന്നാൽ ഈ സംഭവത്തിനും കൃത്യം 1 മാസത്തിന് ശേഷം, അതായത് 2016 ഡിസംബർ 4 ജാവേദ് കനാനി ബിൽഡിംഗിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ് മരിക്കുന്നത്. അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റും അന്താരാഷ്ട്ര രഹസ്യ അന്വേഷണ ഏജൻസികളും നടത്തിയ അന്വേഷണത്തിൽ ജാവേദ് കനാനി വലിയ തോതിൽ കള്ളനോട്ട് അച്ചടിച്ചിരുന്നുവെന്നും അയാളുടെ മരണം കരുതിക്കൂട്ടി ആരോ ചെയ്തതാണെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡേറ്റുകൾ തമ്മിൽ ഒരു ചെറിയ മാറ്റം വരുത്തി എന്നുള്ളത് ഒഴിച്ചു നോക്കിയാൽ റിയൽ ലൈഫിലും സിനിമയിലും ഒരേപോലെ തന്നെയാണ് ഈ സംഭവങ്ങൾ കാണിച്ചിട്ടുള്ളത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഉത്തർപ്രദേശിലെ ഗ്യാങ്സ്റ്ററായ ആതിഫ് അഹമ്മദിനെയും അനുജൻ അഷറഫ് അഹമ്മദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനിടയിൽ പത്രപ്രവർത്തകരുടെ വേഷത്തിൽ വന്ന 3 പേർ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ റിയൽ ലൈഫിൽ, അതായത് 2023 ഏപ്രിൽ 15 ഇതേ രീതിയിൽ തന്നെയാണ് ഇവരെ 2 പേരെയും 3 അജ്ഞാതന്മാർ വന്ന് കൊലപ്പെടുത്തിയത്. അന്ന് ഈ സംഭവം ലൈവായിട്ട് TVയിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഒരു ചെറിയ വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ, വെടിവെച്ച 3 വ്യക്തികൾ ക്രിമിനലുകളായിരുന്നു. ആ 3 പേർക്ക് ആ നാട്ടിലൊരു വലിയ പേര് കിട്ടാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത് എന്നാണ് ഇൻവെസ്റ്റിഗേഷനിൽ പറയുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. സിനിമയിൽ ലയാരിയിലെ ഗ്യാങ് വാറും ഷൂട്ടൌട്ടും കാണിക്കുന്നുണ്ട്. 2008-9 കാലഘട്ടത്തിലാണ് ലയാരിയിലെ പല ഗ്യാങ്ങുകൾ തമ്മിൽ വലിയ തോതിൽ പ്രശ്നം ഉണ്ടാവുന്നത്. പിന്നീട് 2012 SP അസ്ലം ചൗധരിയുടെ നേതൃത്വത്തിൽ ലയാരിയിൽ ഒരു വലിയ ഷൂട്ടൌട്ട് നടത്തിയിരുന്നു.
സിനിമയിൽ SP അസ്ലൻ ചൗധരിയെ റെപ്രസെന്റ് ചെയ്യുന്ന സഞ്ജയ് ദത്തിന്റെ കഥാപാത്രത്തെ റിയൽ ലൈഫിലും സിനിമയിലും ഒരുപോലെ തന്നെ ഷൂട്ട് ഔട്ട് ചെയ്യുന്നതായി കാണിച്ചിരുന്നു. ഈ ഷൂട്ട് ഔട്ടിനിടയിലും ജീവൻ പണയം വെച്ച് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടറെ സിനിമയിലും റിയൽ ലൈഫിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ തെളിവുകൾ ഇപ്പോഴും യൂട്യൂബിലും ഇന്റർനെറ്റിലും അവൈലബിൾ ആണ്. എന്നാൽ സിനിമയിൽ പറയുന്ന പോലെ 2008-9 ലയാരി ഗ്യാങ് വാർ അഴിച്ചുവിട്ടത് ഒരു ഇന്ത്യൻ ഏജന്റ് ആണെന്നുള്ളതിന്റെ യാതൊരു തെളിവുകളും പുറത്തുവിട്ടിട്ടില്ല. ഇതിലെ മറ്റൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ സഞ്ജയ് ദത്ത് അവതരിപ്പിച്ച SP അസ്ലൻ ചൗധരി പാകിസ്ഥാനിലെ ഒരു യഥാർത്ഥ പോലീസ് ഓഫീസർ ആയിരുന്നു. അയാളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഇതേ സഞ്ജയ് ദത്ത് തന്നെയായിരുന്നു. ദുരന്തറിന്റെ 2ാം ഭാഗത്തിൽ സഞ്ജയ് ദത്തിന്റെ SP അസ്ലൻ ചൗധരിയെ കാറിൽ നിറച്ച സ്ഫോടക വസ്തുക്കളുമായി വന്ന് വണ്ടിയിലിടിച്ച് കൊലപ്പെടുത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ സിനിമയിലെ പോലെ തന്നെ റിയൽ ലൈഫിലും 2014 ജനുവരി 9 കറാച്ചി എക്സ്പ്രസ് ഹൈവേയിൽ വെച്ച് പാകിസ്ഥാനി തീവ്രവാദ സംഘടനയായ ടെഹ്രിക്ക് താലിബാൻ സംഘടനയിലെ ഒരാളായിരുന്നു ഈ ദൗത്യം നടത്തിയത്. എന്നാൽ സിനിമയിലേക്ക് വന്നപ്പോൾ ടെഹ്രിക്ക് താലിബാൻ അല്ല, പകരം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ യുണൈറ്റഡ് ഫോഴ്സിലെ ഒരു അംഗമാണ് SP കൊന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. സിനിമയിലെ ക്ലൈമാക്സിന് മുൻപായി ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയ സംഘത്തിലെ പ്രധാന നേതാക്കന്മാരെ ഓരോന്നായി അജ്ഞാതന്മാർ വന്ന് കൊലപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ ആ ഭാഗത്ത് കാണിക്കുന്ന 12ഓളം തീവ്രവാദികളെ സിനിമയിൽ കാണിച്ച അതേ രീതിയിൽ അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് അജ്ഞാതന്മാർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് കാണ്ഡഹാർ വിമാനം ഹൈജാക്ക് ചെയ്ത സഹൂർ മിസ്ത്രി, ലഷ്കർ ജബ്ബാറിന്റെ പ്രവർത്തകനും മസൂദ് അസറിന്റെ സുഹൃത്തുമായ ദാവൂദ് മാലിക്, ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തി പിന്നീട് പാകിസ്ഥാനിലെ മസ്ജിദിനുള്ളിൽ പ്രാർത്ഥിക്കുന്നതിനിടെ കൊല്ലപ്പെട്ട റിയാസ് അഹമ്മദ് അബു കാസിം, 2016 പത്താൻകോട്ട എയർബേസ് ആക്രമിച്ച് 7 പേരെ കൊലപ്പെടുത്തിയ ഷാഹിദ് ലത്തീഫ്, മസൂദ് അസറിന്റെ കൂടെ ചേർന്ന് ഇന്ത്യയിൽ ആക്രമണം അഴിച്ചുവിട്ട അമർജിത്ത് സിംഗ് എന്ന ഖലിസ്ഥാനിയെ 2023 മെയ് 6 കൊലപ്പെടുത്തിയതും ഇന്ത്യയിലെ സിവിലിയൻസിനെ മുഴുവൻ നശിപ്പിക്കുമെന്ന് പച്ചയ്ക്ക് പറഞ്ഞ അൽ ബദർ കമാൻഡർ സയ്യിദ് ഖാലിദ് റാസിയെ 2023 ഫെബ്രുവരി 26 കൊലപ്പെടുത്തിയതും മുഹമ്മദ് റിയാസ്, ഇംതിയാസ് സലാം, അബ്ദുൾ സലാം ബുട്ടോവി എന്നിവരെയെല്ലാം അജ്ഞാതന്മാര് പാകിസ്ഥാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് സിനിമയിൽ കാണിക്കുന്ന അതേ ഡേറ്റിലും അതേ സ്ഥലത്തും വെച്ച് തന്നെയായിരുന്നു. യാമി ഗൗതം അവതരിപ്പിച്ച ഇന്ത്യൻ ഏജന്റായ നേഴ്സ് കഥാപാത്രം പ്രത്യേകം തയ്യാറാക്കിയ പോയിസൺ ഉപയോഗിച്ച് അബ്ദുൾ റഹ്മാൻ മക്കി എന്ന തീവ്രവാദിയെ ആശുപത്രിയിൽ വെച്ച് ഇഞ്ചക്ഷൻ കൊടുത്ത് ഹൃദയാഘാതം വരുത്തി കൊലപ്പെടുത്തുന്നുണ്ട്. എന്നാൽ റിയൽ ലൈഫിൽ 2024 ഡിസംബർ 27 അബ്ദുൾ റഹ്മാൻ മക്കി പാകിസ്ഥാനിലെ ലാഹോർ ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയാണ് ചെയ്തത്. ഇയാളാണ് 2008 മുംബൈ അറ്റാക്ക് ഉൾപ്പെടെ ഇന്ത്യയിൽ നിരവധി തീവ്രവാദ പ്രവർത്തനം നടത്തിയ നേതാവ്. സിനിമയിലെ രൺബീറിന്റെ അളിയൻ കഥാപാത്രമാണ് ഗുർബാസ് സിംഗ് എന്ന പിണ്ട. പാകിസ്ഥാനിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങി ഇന്ത്യയിൽ സപ്ലൈ ചെയ്യുന്നവരിൽ പ്രധാനിയായിരുന്നു പിണ്ട. എന്നാൽ ഈ കഥാപാത്രം റിയൽ ലൈഫിലെ പഞ്ചാബ് ഗാങ്സ്റ്ററായ ഹർവീന്ദർ സിംഗ് എന്ന റിണ്ടയെയാണ് ഉദ്ദേശിക്കുന്നത്. സിനിമയിലും റിയൽ ലൈഫിലും ഈ കഥാപാത്രം പാകിസ്ഥാന്റെ ISIക്ക് വേണ്ടി പ്രവർത്തിച്ച മയക്കുമരുന്ന് സപ്ലൈ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. സിനിമയിൽ പിണ്ട മരിക്കുന്നത് രൺവീറുമായുള്ള ഫൈറ്റിനിടയിലാണ്. എന്നാൽ റിയൽ ലൈഫിൽ 2022 മയക്കുമരുന്നിന്റെ ഓവർഡോസ് മൂലമാണ് അയാൾ മരണപ്പെടുന്നത്. 2008 മുംബൈ അറ്റാക്കിന്റെ പ്രധാന സൂത്രധാരനായ മേജർ ഇക്ബാൽ എന്ന കഥാപാത്രത്തിനെ രൺവീറിന്റെ കഥാപാത്രം ക്ലൈമാക്സിൽ പെട്രോളിൽ മുക്കി കത്തിച്ച് കളയുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ റിയൽ ലൈഫിൽ മേജർ ഇക്ബാൽ എന്ന ഇല്യാസ് കാശ്മീരി അമേരിക്കയുടെ ഒരു ഡ്രോൺ സ്ട്രൈക്കിലാണ് മരണപ്പെടുന്നത്. സിനിമയിൽ രാകേഷ് ബേദി അവതരിപ്പിച്ച ജമീൽ ജമാലി എന്ന ഇന്ത്യൻ ഏജന്റ് വാസ്തവത്തിൽ പാകിസ്ഥാനിലെ പാകിസ്ഥാനി പീപ്പിൾ പാർട്ടിയുടെ നേതാവായ നബീൽ നബോലിനെയാണ് ഉദ്ദേശിച്ചത്. അയാളുടെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസുകൾ ഇപ്പോഴും പാകിസ്ഥാനിലുണ്ട്. എന്നാൽ ദുരന്തറിന് ശേഷം ഇന്ത്യൻ മീഡിയ എന്റെ കരിയർ കളഞ്ഞുവെന്ന് കരഞ്ഞുകൊണ്ട് ഓടി നടന്ന സർവ്വ ചാനലുകളിലും ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. പാവം എന്താലേ. സിനിമയിലെ നവാബ് ഷഫീഖ് എന്ന കഥാപാത്രം പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായ നവാസ് ഷരീഫിനെ ഉദ്ദേശിച്ചായിരുന്നു. സിനിമയിൽ ഈ കഥാപാത്രം അഴിമതി നടത്തുന്ന ഒരു ക്രിമിനലായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ റിയൽ ലൈഫിലും നവാസ് ഷരീഫ് സൈനിക സ്ഥാപനങ്ങളുമായിട്ട് ഒരുപാട് അഴിമതി നടത്തിയതിന്റെ പേരിലാണ് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത്. സിനിമയിലും റിയൽ ലൈഫിലും ഈ ഒരു കഥാപാത്രം ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. 2016 ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് രൺവീറിന്റെ കഥാപാത്രം പറയുന്നുണ്ട്. ഈ സംഭവം അടിസ്ഥാനമാക്കി ഇതേ സംവിധായകൻ ചെയ്ത ഉറി എന്ന സിനിമയിൽ പറയുന്ന "ഇത് പുതിയ ഇന്ത്യയാണ്, നിന്റെയൊക്കെ വീട്ടിൽ കയറി പണിയുമെന്ന്" വിക്കി കൗശൽ പറയുന്ന ഡയലോഗ് ദുരന്തറിന്റെ ക്ലൈമാക്സിൽ മേജർ ഇക്ബാലിനോട് രൺവീറിന്റെ കഥാപാത്രം ആവർത്തിച്ച് പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് എന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.